ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹോം ടൂർ വീഡിയോയുമായിട്ടാണ് കേട്ടോ. 2 വർഷം കഴിഞ്ഞു കേട്ടോ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. 8 സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 1600 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ. നമ്മൾ 6 മാസം കൊണ്ടാണ് പെട്ടെന്ന് വീട് പണി കഴിപ്പിച്ച് ഹൗസ് വാമിങ് നടത്തിയത് കേട്ടോ. കാരണം നമ്മൾ റെൻറ്റ് ഹൗസിലൊക്കെയാണ് കിടന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്നൊരു വീട് വേണമെന്നും പെട്ടെന്ന് തന്നെ നമുക്ക് താമസമാവുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ഹൗസ് വാമിങ് നടത്തി കയറി. എല്ലാ സൗകര്യങ്ങളും കൂടി അടങ്ങിയ ഒരു വീടാണ് കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ ആഗ്രഹം കാണുമായിരിക്കുമല്ലേ നമ്മുടെ മനസ്സിൽ, നമ്മളൊരു വീട് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന്. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊരു ലിവിങ് ഹാളാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ TV യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ തടിയിലെ വർക്കുകളാണ് കേട്ടോ. ഈ തേക്ക് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതൊരു അത്യാവശ്യം വലിയൊരു റൂമാണ് കേട്ടോ. അവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നമ്മൾ പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെട്ടെന്നാണ് ഹൗസ് വാമിങ്ങിന് കയറിയത്. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് L ഷേപ്പ് ഹാൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഡൈനിങ് ഹാള് സെപ്പറേറ്റ് ആണ്. ഇതൊക്കെ തടിയുടെ വർക്കാണ് കേട്ടോ. തേക്ക് കൊണ്ടിട്ടുള്ള വർക്കാണ്. നമ്മൾ സ്റ്റെയർ കേസും ചെയ്തിരിക്കുന്നത് തടി കൊണ്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് തന്നെ നമ്മൾ വാഷ് ബേസിനും സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഹാളിൽ നമ്മളൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. അവിടെ നമ്മൾ റൂമിൻ്റെയൊക്കെ ടൈല് വൈറ്റിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഹാളിലൊക്കെ വേറൊരു കളറാണ് കേട്ടോ, ഒരു ഗ്രേ കളറാണ്. കാരണം കൂടുതലും വൈറ്റ് നമ്മൾ ഇടാത്തതാണ് കേട്ടോ. ഈ ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ കിച്ചനാണ്, ഒരു ഷോ കിച്ചനാണ് കേട്ടോ. നമ്മളിവിടെ കുക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ കിച്ചണിലും ഹാളിലും ഇതുപോലത്തെ കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവൻ വെച്ചിരിക്കുന്നതും ഇതുപോലെ ഒരു കബോർഡ് അടിച്ചതിനകത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ മുകളിലൊന്നും കബോർഡ് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് വർക്കിംഗ് കിച്ചൺ. ഇവിടെയാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത്. വർക്ക് ഏരിയ നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആണ് കേട്ടോ.
ഗ്യാസ് അടുപ്പും പുകയില്ലാത്ത അടുപ്പൊക്കെ വർക്ക് ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. കൂടുതൽ സമയം അപ്പം ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുന്നതും ഈ ഒരു പുറം സൈഡിലാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നതും ഇവിടെയാണ്. നമ്മൾ ഇതുപോലെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ സ്റ്റെയർ നമ്മൾ മുകളിലോട്ട് പോകാം. ഇതുപോലൊരു പർഗോള കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെയറിന് കയറി വരുമ്പോൾ. മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇതുപോലെ ഒരു ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നമ്മുടെ ഓപ്പൺ ടെറസാണ് കേട്ടോ. ഫ്രണ്ട് കുറച്ച് ടെറസാണ്, ബാക്കിലോട്ടാണ് മുകൾ ഭാഗം കെട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ മുറ്റം. ടെറസിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്